നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നിലമ്പൂരിൽ നമ്മുടെ BJP-യുടെ സ്ഥാനാർത്ഥി 8000-ൽ കൂടുതൽ വോട്ട് പിടിച്ച് മറ്റ് 3 സ്ഥാനാർത്ഥിയെയും പിന്തള്ളിക്കൊണ്ട് ഒന്നാമത് വന്നത്. ഈ നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്നതിന് മുൻപ് ഞാൻ 2 വീഡിയോ സേവ് ചെയ്ത് വെച്ചിരുന്നു. വീഡിയോ പറയായിരുന്നല്ല, നമ്മുടെ BJP-യുടെ നേതാവായിട്ടുള്ള നിലമ്പൂർ MLA ആയിട്ടുള്ള ഇപ്പൊ മത്സരിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്. മറ്റൊരു വീഡിയോ നമ്മുടെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗവും കണ്ടിട്ട് നമുക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ BJP നേതാവായിട്ടുള്ള നിലമ്പൂർ MLA ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്തുകൊണ്ട് BJP ആണ് നല്ല പാർട്ടി? അങ്ങനെ പറഞ്ഞു കൊടുക്ക് മിത്രം MLA അങ്കിൾ, തമാശ പറഞ്ഞല്ല. BJP നല്ല പാർട്ടി തന്നെയാണ്, പക്ഷെ കുറെ ചാണകങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാർട്ടി തന്നെയാണ്. അതുകൊണ്ടല്ലേ ഇദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ പോലും നിലമ്പൂരിൽ നിന്നുകൊണ്ട് 8000 വോട്ടിന് ജയിച്ചത്. ഇനി കളിയും ചിരിയൊന്നില്ല. BJP MLA ആയിട്ടുള്ള നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ കേട്ടിട്ട് നമുക്ക് കുറച്ച് മറുപടി കൊടുക്കാം. കുറച്ച് കനം വിചാരിക്കണ്ട, കനം കുറച്ചിട്ട് നമുക്ക് കുറച്ച് മറുപടി കൊടുക്കാം. കാണാം. എനിക്കത് കാരണം എനിക്ക് അത്ര ആ പാർട്ടിയോട് അത്ര അധിക പ്രവർത്തിച്ചിട്ട് മലപ്പുറം ജില്ലയിൽ കാര്യമില്ല എന്നുള്ളതാണ് ഞാനത് അതിനകത്ത് ശ്രമിക്കാഞ്ഞത്. കേരള കോൺഗ്രസിൽ നിന്നുകൊണ്ട് മലപ്പുറത്ത് പ്രവർത്തിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല എന്നാണ് നമ്മുടെ MLA പറയുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് BJP-യിൽ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മലപ്പുറത്ത് നല്ല രീതിയിലുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടുവരുന്നത്. ചിരിക്കേണ്ട സംഭവമല്ല. കേരള കോൺഗ്രസിനൊന്നും മലപ്പുറം ജില്ലയിൽ ഇനി ഒരു തേങ്ങയും ചെയ്യാൻ പറ്റൂല. ഇനി മലപ്പുറം ജില്ലയുടെ ഭരണം തട്ടിമറിക്കാൻ പോകുന്നത് BJP ആണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം BJP-യിലോട്ട് പോയത്. ക്രൈസ്തവ വിഭാഗത്തിൽ പെട്ടവർ കൂടുതൽ BJP-യിലേക്ക് അടുക്കുകയാണോ? അതെ, തീർച്ചയായിട്ടും അടുക്കുകയാണ്. തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളൊക്കെ BJP-യോട് കൂടുതലായിട്ട് അടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്നാലാണ് നാളെ പിറ്റേന്ന് നിങ്ങൾക്ക് നെഞ്ചത്തടിച്ച് കഴിയാൻ പറ്റൂ. അയ്യാ, ഉടുതുണിയില്ലാതെ കഴിച്ചു കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മണിപ്പൂർ നമ്മൾ കണ്ടതല്ലേ, ഇവന്മാരെ കൂടെ നിന്ന ആൾക്കാരെയാണ് ചാമ്പി അടക്കിയത്. രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ആ മാധ്യമപ്രവർത്തകൻ അണ്ണാക്കിലിട്ടിട്ടാണ് ചോദ്യം ചോദിച്ചത്. മറുപടി പറയാൻ പറ്റുന്നില്ല. മണിപ്പൂര് എന്ന് പറഞ്ഞ് അവിടുന്ന് ഉരുളാനല്ല നോക്കേണ്ടത്. നിങ്ങൾ മണിപ്പൂര് ചെയ്തു വെച്ച പരിപാടി എന്താ? ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് ചാമ്പി കളിക്കിയ ആൾക്കാരല്ലേ? അണ്ണാക്കിലുള്ള ചോദ്യം തന്നെയാണ് നമ്മുടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. ഇതിന് കൊടുക്കുന്ന മറുപടി കേട്ടോളെ. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ്. അതൊക്കെ പരിഹരിക്കപ്പെട്ടല്ലോ. ചെറിയ പ്രശ്നങ്ങളുണ്ടാവുന്നു, അതൊക്കെ പരിഹരിക്കപ്പെട്ടു. അതൊക്കെ ചെറിയ പ്രശ്നമാണടാ. 10-400 പേരെ ഇഞ്ചിഞ്ചായിട്ട് വെട്ടിക്കൊന്നിട്ട് 2 സ്ത്രീകളെ ഉടുതുണില്ലാതെ നടത്തിയതൊക്കെ ചെറിയ കാര്യം തന്നെയാണ്. ഇവരൊക്കെ എന്താണ് വിചാരിക്കുന്നത്? കേരളത്തിലുള്ള ആളുകൾക്ക് വിവരമില്ലാതായിപ്പോയി എന്നാണ് വിചാരിക്കുന്നത്. അവരോടല്ലേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അവർ ചിന്തിക്കില്ലേ? ഇയാൾ പറയുന്നതൊക്കെ എന്താണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് മലയാളികൾക്കുണ്ട്. ആ കഴിവ് നശിച്ചു പോകുന്ന സമയത്ത് ഇതേപോലെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വോട്ട് കിട്ടിയേനെ. ഇപ്പൊ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയേനെ. ചിന്തിച്ചുകൊണ്ടാണ് മലയാളികൾ ഇയാളെ 3-ാം സ്ഥാനത്തും അല്ല 4-ാം സ്ഥാനത്ത് PV അൻവറിന് കിട്ടിയതിനേക്കാൾ കുറവാണ് ഇയാൾക്ക് കിട്ടിയ വോട്ട്. നിലമ്പൂരിൽ BJP എങ്ങനെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ മാറ്റങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾക്കനുസൃതമായി ജനങ്ങൾ വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും നിലമ്പൂരിലുള്ള ജനത മാറ്റം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ മാറ്റം നിങ്ങളുടെ മാറ്റമാകരുത് എന്ന് അവര് പണ്ടേ എഴുതി കുറിച്ചതുപോലെയാണ് നിങ്ങളുടെ വോട്ട് കൗണ്ട് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷന് മുൻപ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് കേട്ടോക്കാം. കാണാം. BJP NDA മുമ്പോട്ട് വെക്കുന്ന ഒരു വികസിത കേരളം, വികസിത നിലമ്പൂർ. ഇതൊക്കെ കേൾക്കുന്നത് മലയാളികളാണ്. രാജീവ് ചന്ദ്രശേഖരനേട്ടാ എന്ന് തന്നെയാണ് ഞാൻ വിളിച്ചത്. വാക്കൊന്നും മാറിപ്പോയിട്ടില്ല. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഇദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, വികസിതമല്ല, എന്ത് തേങ്ങ പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സിലുള്ള വർഗീയത ഒഴിവാക്കാതെ മലയാളികളോട് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 2 ചോയ്സാണ്. ഒന്ന്, പഴയ ഒരു ചരിത്രത്തിൽ കണ്ട ഒരു രാഷ്ട്രീയം. മറ്റേത് BJP NDA ഭാവി, ഒരു പുതിയ ഭാവി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയം. ഇതാണ് ചോയ്സ്. ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ തീരുമാനിച്ചു. സ്വതന്ത്രനായിട്ട് മത്സരിച്ച PV അൻവറിന് കിട്ടിയതിന്റെ പകുതി വോട്ട് പോലും നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് 2 ചോയ്സാണ് 3 ചോയ്സാണെന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നത് മലയാളികളാണെന്നുള്ള ബോധം നിങ്ങൾക്ക് എപ്പോ വരുന്നത്? അന്ന് മുതൽ നിങ്ങൾ കേരളത്തിൽ വളരാൻ തുടങ്ങും. അല്ലാതെ മനസ്സിൽ നിറയെ വർഗീയത വെച്ചുകൊണ്ട് വികസനമല്ല, എന്ത് തേങ്ങ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് വിവരം കൂടിയ ജനതയാണ് മലയാളികൾ. അവരോട് വികസനം തരം, ഞങ്ങളുടെ മനസ്സിൽ വർഗീയത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്ക് പുറത്ത് എന്ന് തന്നെ പറയും. അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം.